അപ്പൊ ഈ മാനദണ്ഡങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാം സമഞ്ജസമായി സമ്മേളിച്ച ഒരു മഹാനായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഡെൻമാർക്കിലെ പീറപത്രത്തിന്റെ പത്രാധിപനല്ല, വലിയ തത്വചിന്തകന്മാർ, വലിയ സയന്റിസ്റ്റുകൾ, ചിന്താരാക്ഷസന്മാർ, ബുദ്ധിരാക്ഷസന്മാർ മുഹമ്മദ് റസൂലുള്ളാഹി പ്രകീർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് വലിയ നീണ്ട പുസ്തകങ്ങൾ എഴുതി. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ ധാരാളം പഠിച്ചു, എഴുതി. ചിലർക്ക് ഹിദായത്ത് കിട്ടിയില്ല, അത് അള്ളാഹു കൊടുക്കണം. ഹിദായത്ത് കിട്ടിയില്ല, മുസ്ലിമാകാൻ കഴിഞ്ഞില്ല. എങ്കിലും ഡെൻമാർക്കിന്റെ പീറപത്രത്തിന്റെ പത്രാധിപന്റെ തലതൊട്ടപ്പനൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് പഠിച്ചു. 100 മനുഷ്യരുടെ ചരിത്രം എഴുതാൻ തീരുമാനിച്ചു. മൈക്കിൾ എച്ച് ഹാർട്ട് 100 മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ഒരുപാട് വായിച്ച് ആഴത്തിൽ നേതാക്കന്മാരുടെ ചരിത്രം വിശകലനം ചെയ്ത് അവഗാഹം നേടി പഠിച്ചാണ് എഴുതുന്നത്. അദ്ദേഹം ചിന്തിച്ചു, ആരെ കുറിച്ച് ഞാൻ എന്റെ പുസ്തകം എഴുതണം? പഠിച്ചത് ഒരുപാട് ചരിത്രകാരന്മാരെ കുറിച്ച്, അതിൽ 100 പേരെ മാറ്റി നിർത്തി പുസ്തകം എഴുതാൻ. മഹാന്മാരായ 100 മഹാരഥന്മാരെ കുറിച്ച്, ലോകത്ത് എന്തെങ്കിലും സംഭാവന അർപ്പിച്ച, പരിവർത്തനം നടത്തിയ, നവോത്ഥാനം നടത്തിയ, മാറ്റങ്ങൾ സൃഷ്ടിച്ച മനുഷ്യരെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചപ്പോൾ തന്റെ പുസ്തകത്തിൽ ആരുടെ ചാപ്റ്ററാണ്, ആരുടെ പാഠമാണ് ഒന്നാമതായി കൊടുക്കേണ്ടതെന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അവസാനം മൈക്കിൾ എച്ച് ഹാർട്ട് ഒരു തീരുമാനത്തിലെത്തി. മൂസാ നബിയെ കൊണ്ട് തുടങ്ങി. പക്ഷേ മൂസാ നബി വലിയ ധീരനാണ്. ഖിബ്തി വംശജനായ ഒരു മനുഷ്യനെ, കോപ്റ്റൽ വംശജനായ ഒരു മനുഷ്യനെ ഒറ്റ ഇടിക്ക് കൊന്നിട്ടുണ്ട് മൂസാ നബി. മൂസാ നബിയോട് പ്രത്യേക വൈരാഗ്യം തരുന്നുണ്ട് നമുക്ക്. മൂസാ നബി അലൈഹിസ്സലാം. പക്ഷേ അദ്ദേഹത്തിൽ ഒരു ദയാലുവായ മനുഷ്യനെ ഞാൻ കണ്ടില്ല. ആര് പറഞ്ഞു? ഭീകരവാദിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്, തീവ്രവാദിയാണെന്ന് ഇപ്പോൾ പറയുന്നവന്റെ മുതുമുത്തച്ഛന്മാർ പറയുന്നു. ഞാനൊരു ദയാവായിട്ടുള്ള മനുഷ്യനെ കണ്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്നാൽ ഈസാ നബിയെ കൊണ്ട് തുടങ്ങാം. കാരണം ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളും കൂടെ കാണിച്ചു കൊടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈസാ നബിയെ കൊണ്ട് തുടങ്ങാം, ദയാലുവാണ്. പക്ഷേ അദ്ദേഹത്തിൽ ഞാനൊരു ധീരനായ മനുഷ്യനെ കണ്ടില്ല. ഞാൻ പറയുന്നതല്ല, മൈക്കിൾ എച്ച് ഹാർട്ട് പറയാം, ഞാനൊരു ധീരനെ കണ്ടില്ല. അപ്പൊ ധീരത ഈസാ നബിക്കില്ല, ദൈന്യത, ദയാലു എന്ന ആ ദയാവായ്പ മൂസാ നബിക്കുമില്ല. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് എഴുതി, ഒരുപാട് പഠിച്ചിട്ട് അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. എന്റെ പുസ്തകം എല്ലാം സമ്മേളിച്ച ഒരു മനുഷ്യനെ കൊണ്ട് ആരംഭിക്കാം. അതാരാ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണത്. എന്നിട്ട് അദ്ദേഹം തന്റെ പുസ്തകം ചാപ്റ്റർ 1 പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എഴുതി തുടങ്ങി. എഴുതി അവസാനം അദ്ദേഹം തന്റെ ലേഖനത്തിലൂടെ അദ്ദേഹം പറഞ്ഞു, ഹി വാസ് ഓൺലി മെൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ഒരു മനുഷ്യൻ മാത്രമേയുള്ളൂ, ഒരു മനുഷ്യൻ മാത്രമേ ചരിത്രത്തിലുള്ളൂ. who was upperly successful on both religious and secular level. മതപരവും സാമൂഹ്യപരവുമായ കാര്യങ്ങളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ വിജയിച്ച ഒരു മനുഷ്യൻ, only man in history, ഒറ്റ മനുഷ്യനേ ഉള്ളൂ. 100ാമതായി പോലും നമ്മുടെ ഇന്ത്യ രാജ്യത്തുനിന്ന് ആരും ഇതിനകത്തില്ല. ഇവിടെ ഇപ്പൊ പഞ്ചമഹാപ്രതിഭകളെ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരാളായിട്ട് പോലും ഒരു മുസ്ലിമിനെ എഴുതി ചേർക്കാൻ കഴിയുന്നില്ല. പറയുമ്പോൾ തീവ്രവാദമായിട്ട് പോകും. പക്ഷേ മൈക്കിൾ എച്ച് ഹാർട്ടിന് ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 100 മഹാരഥന്മാരിൽ ചാപ്റ്റർ 1 പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം പറയുന്നു, ഞാൻ ഇങ്ങനെ മുഹമ്മദ് നബിയെ ഒന്നാമനായി തെരഞ്ഞെടുക്കുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും. അദ്ദേഹം പറയാം, എന്തുകൊണ്ട്? അതിന്റെ മറുപടിയാ പറഞ്ഞത്, ചരിത്രത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, മതപരവും സാമൂഹ്യപരവുമായ കാര്യങ്ങളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന വിഷയത്തിൽ വിജയിച്ച ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കിൾ എച്ച് ഹാർട്ട് പറയുന്നു. അതുകൊണ്ട് കാരുണ്യവും ദയാവായ്പും ഒരു ഭാഗത്ത്, ധീരതയും ശൂരതയും ഒരു ഭാഗത്ത്. ഭീകരത ഒട്ടുമില്ല, ധീരത്വവുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ധീരനാണ് മുഹമ്മദ് നബി, ധീരുവല്ല. അതേസമയം ഭീകരവാദിയുമല്ല. ഭീകരവാദിയല്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മനുഷ്യസ്നേഹിയുമാണ്.
അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന അമുസ്ലിം സഹോദര സഹോദരിമാർ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ നാമം തന്നെ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം. പേരിൽ മാത്രമല്ല, ജീവിതത്തിലും അത് വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മതത്തിന്റെ പേര് തന്നെ സമാധാനം എന്നാകില്ല. ഏത് മതം കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ? സമാധാനം. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയേണ്ടത് അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ, അങ്ങനെ പറയണം. ഒരു സത്യവിശ്വാസി ഒരു ദിനം 5 നേരം ജഗനിയന്താവായ തന്റെ യജമാനായ അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഐച്ഛികമായി അവരൊരു പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. നിസ്കാരത്തിനു ശേഷം അഭിമന്യരായ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം وادخلنا برحمتك دار السلام. അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീയാണ് ശാന്തി, നീയാണ് ശാന്തി. സമാധാനത്തിന്റെ മാർഗത്തിൽ, സമാധാനത്തിന്റെ ഭവനത്തിൽ ഞങ്ങളെ അകക്കടത്തണേ തമ്പുരാനെ. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സമാധാനത്തിന്റെ സന്ദേശവാഹകരായി ഞങ്ങളെ ജീവിപ്പിക്കണേ തമ്പുരാനെ. സമാധാനം, സമാധാനം, സമാധാനം. എപ്പോഴും ഒരു ദിനം 5 നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെ ഒരു അമുസ്ലിമിനെ ആക്രമിക്കാൻ കഴിയും? മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല. അയൽവാസി അമുസ്ലിമാണെങ്കിലും അവനെ റെസ്പെക്ട് ചെയ്യണം. മുഹമ്മദ് റസൂലുള്ളാഹി. അയൽവാസി ആരായിരുന്നാലും, അവൻ അമുസ്ലിമായിരുന്നാൽ പോലും അവനെ ആദരിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ ആരാണെന്ന് നോക്കേണ്ടതില്ല. അടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമില്ലാത്തവനായാലും ആരായിരുന്നാലും ശരി, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് മുസ്ലിമായ മനുഷ്യൻ അന്വേഷിക്കണം. അതിനുശേഷമേ ഇവൻ ഭക്ഷണം കഴിക്കാവൂ, അല്ലെങ്കിൽ നീ മുസ്ലിമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടുത്തെ അധ്യാപനങ്ങൾ എന്തുമാത്രം പ്രസക്തമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ. നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും ശാഖകളുമാക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഗോത്രമഹിമയുടെ പേരിൽ പരസ്പരം കീറിമുറിക്കാൻ വേണ്ടിയല്ല. ഭക്തന്മാരാണ് സൃഷ്ടാവിങ്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവർ എന്ന് വിശുദ്ധ ഖുർആൻ ലോക ജനതയോട് പഠിപ്പിക്കുന്നു. മനുഷ്യരോട് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച നായകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. മുഴുവൻ ജനങ്ങളോടുമല്ല, മുഴുവൻ ചരാചരങ്ങളും. നിങ്ങൾ നോക്കൂ, അഭിമന്യരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും. ഒരു പൂച്ചക്കുട്ടിയെ ഒരു സ്ത്രീ പീഡിപ്പിച്ചു. സജനത്ത് ആ പൂച്ചക്കുട്ടിയെ ബന്ധത്തെയാക്കി. ഹത്താ മാത്ത, പൂച്ച മരിക്കുന്നത് വരെ. ഇത് കാരണം ആ സ്ത്രീ നരകാവകാശിയായി മാറി. ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു പൂച്ചയെ അകാരണമായി ബന്ധത്തെയാക്കിയത് കാരണം ഒരു പെണ്ണ് നരകത്തിൽ പോയി. മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? ആ പെൺകുട്ടി ആ പൂച്ചക്ക് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. ഇത് ഹസബുത്തഹ, പൂച്ചയെ പട്ടിണിക്കിട്ട സമയത്ത്, അറസ്റ്റ് ചെയ്ത ബന്ധത്തെയാക്കിയ സമയത്ത്, വലാഹിയ തറത്തഹ, ആ പൂച്ചയെ തുറന്നു വിട്ടതുമില്ല. അങ്ങനെ വിട്ടിരുന്നെങ്കിൽ തെറുക്കുലുമിൻ ഖശാശിൽ അർദ്, ഭൂമിയിലെ പ്രാണികളെ പിടിച്ചു തിന്ന് ആ പൂച്ചക്കുട്ടി ജീവിക്കുമായിരുന്നു. പക്ഷേ ആ പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട കാരണം, ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ചത്തുപോയത് കാരണം ആ പെൺകുട്ടി നരകാവകാശിയായെന്ന് ലോകത്തിന്റെ നായകൻ, ദയാവായ്പിന്റെ പ്രവാചകൻ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി